ഒരിക്കലും ഒരു നല്ല ബിസിനസ്സുകാരൻ ആവില്ല. കേരളം പോലൊരു സ്ഥലം ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമല്ല. ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ സ്ഥാപനം അടച്ചുപൂട്ടിക്കും, ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളുണ്ടാവും. ഒരു രീതിയിൽ നന്നാവാതെ മോശാവസ്ഥയിലെത്തി നിങ്ങൾക്ക് അടച്ചുപൂട്ടേണ്ട ഗതി വരുമെന്ന് പറയുന്ന ഒരു സിനിമയാണ് വരവേൽപ്പ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ നമ്മൾ ആ സിനിമ വേറൊരു ആംഗിളിൽ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സിനിമയിലെ നായകനായിട്ടുള്ള മോഹൻലാൽ, സിനിമയിലെ വ്യക്തി, അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചു വന്നിട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. കാരണം അദ്ദേഹം എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറും ഒരു നല്ല ഓണ്ടർപ്രണർക്ക് വേണ്ടതല്ല. അപ്പൊ അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം വെച്ചാൽ അദ്ദേഹമായിട്ട് യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ അദ്ദേഹം ഒരിക്കൽ പോലും ചെയ്തിട്ട ഒരു ബിസിനസ് അദ്ദേഹം തുടങ്ങാൻ പോകണം. അപ്പൊ ആദ്യത്തെ പരാജയത്തിന് പ്രധാന കാരണം ഹി വാസ് നോട്ട് നോൺ ടു ദാറ്റ് ബിസിനസ്. വീണ്ടും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും അദ്ദേഹം ഒരു ലക്ഷ്യബോധവുമില്ലാത്ത, ഒരു ദൃഢനിശ്ചയമില്ലാത്ത, ഒരു ടാർഗറ്റും ഇല്ലാത്ത ഒരു വ്യക്തിത്വമായിട്ടാണ് അതിനകത്ത് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ പോലും പറയുന്നില്ല എനിക്ക് നാളെ 100 ബസ്സിന്റെ ഉടമസ്ഥനായി മാറണമെന്നോ എനിക്ക് 1000 പേർക്ക് തൊഴിൽ കൊടുക്കണമെന്നോ അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ഒരു ബസ് വാങ്ങിച്ച് ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ പരാജയം വ്യക്തമായി. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം ആ സ്ഥാപനം കെട്ടിപ്പടുക്കാൻ വേണ്ടി അതിനുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത പ്രോസസ്സാണ്. തന്റെ കൂടെ പഠിച്ച ആളെ വിളിച്ചിട്ട് കണ്ടക്ടർ ആക്കുക, സുഹൃത്തിനെ വിളിച്ചിട്ട് ഡ്രൈവർ ആക്കുക, മദ്യപിക്കുന്ന ആളെ കൊണ്ട് ക്ലീനർ ആക്കുക. റിക്രൂട്ട്മെന്റ് പ്രോസസ് മുഴുവൻ തെറ്റി. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളൊരു ഓണ്ടർപ്രണർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന ബിസിനസ് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. നിങ്ങൾ ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ആയിട്ട് ആൾക്കാരെ പോയിന്റ് ചെയ്ത് അവരെ കൂടെ കൊണ്ടുവന്ന് ടീം ഉണ്ടാക്കി മുന്നോട്ടേക്ക് പോകണം എന്നെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സത്യനന്ദിക്കാട് ശ്രമിച്ചപ്പോൾ നമ്മൾ മലയാളികൾ എളുപ്പത്തിൽ ശ്രമിച്ചെന്ന് വെച്ചാൽ കേരളത്തിൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നന്നാവില്ല എന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു.